ഇനി ഇത് വൃത്തിയാക്കുന്നതാണേ പാട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ അതേ സ്കൂളും ഓഫീസൊക്കെ ഉണ്ട്. കിച്ചണിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ മഴയാട്ടോ. രാവിലെ തന്നെ മഴയെന്നല്ല, രാത്രി മുഴുവൻ മഴയായിരുന്നു. രാവിലെ 6 മണി കഴിഞ്ഞ് കിച്ചണിൽ എത്തിയപ്പോൾ അപ്പോഴത്തേക്കുള്ള ഒരു കാലാവസ്ഥയാണ്. ഇപ്പോഴും ഇരുണ്ട് മൂടി തന്നെ കിടക്കുക. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞായറാഴ്ച പകലൊന്നും ഇവിടെ മഴയില്ലായിരുന്നു കേട്ടോ. സ്കൂളുള്ള ദിവസമാണ് രാവിലെ തന്നെ മഴ. അങ്കുൻ്റെ ടിഫിൻ്റെ ചിക്കൻ കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്, പിന്നെ കുറച്ച് സ്നാക്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിലെ ഡിന്നറിനുണ്ടാക്കിയ ചിക്കൻ കറിയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്ന റൊട്ടിയും ഞാൻ മാവ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി സെറ്റാക്കി. അങ്ങനെ അവൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി കൊടുത്തു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയപ്പോൾ ചട്നിയായിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ടും അവന് ഒട്ടും പറ്റുന്നില്ലമ്മ കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശീലിപ്പിച്ച് എടുക്കണം. എന്തോ അവന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതേ ടിഫിനും വെള്ളമൊക്കെ എടുത്തു വെച്ച് അവൻ പെട്ടെന്ന് റെഡിയാവുക. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആശ്വാസമായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ സ്കൂളിലെ വണ്ടിയിൽ നിന്ന് വിളി വരും കേട്ടോ. വരുന്നതിന് അതായത് അവർ നമ്മുടെ ഈ ഗേറ്റിൽ കയറുമ്പോൾ തന്നെ വിളിക്കും. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കുമ്പോഴും വിളിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്തായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച പകലൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസം മഴ നനഞ്ഞു പോകാനായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ ശീലിക്കണ്ടേ. അപ്പോൾ അതെ, അവൻ എന്തായാലും പെട്ടെന്ന് റെഡിയായി. ബസ് അങ്ങോട്ട് പോയി. മഴ ചാറുന്നുണ്ടേ. അപ്പോൾ ബസ് നേരെ വന്നിട്ട് നമുക്ക് നേരെ പോയി അവിടെ ഒരു യൂ ടേൺ ഉണ്ട്, ഇങ്ങനെ വളച്ചെടുക്കാൻ. അവിടെ നിന്ന് വളഞ്ഞ് വരും. അപ്പോൾ ഇവർ റെഡി ആവുകയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കയറ്റിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ കയറ്റും. അപ്പോൾ ദേ തിരിച്ച് വളച്ച് കൊണ്ട് വന്നിട്ട് ദേ അങ്ങോട്ട് കയറുന്നുണ്ട്. വേറെ ഈ ബ്ലോക്കിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു ടീച്ചറും കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സൈഡിൽ നിന്ന് 2 ടീച്ചറും പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ടീച്ചർ, അങ്ങനെ 3 ടീച്ചേഴ്സ് അങ്ങാണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇതിനകത്തുള്ള പിള്ളേരും പുറത്തെ ഗ്രാമത്തിൽ നിന്നുള്ള കുറച്ച് പിള്ളേരും. അങ്ങനെ അതേ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ബസ് പോയി കേട്ടോ. അടുത്ത് ഇനി രാഖിക്ക് പോകണ്ടേ. രാഖിക്ക് പിന്നെ പെട്ടെന്ന് നമ്മുടെ ബനാന ഷേക്ക് അങ്ങ് അടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും ചിയാ സീഡ് കുതിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ പഴവും പാലും ഡേറ്റ്സും ഒക്കെ കൂടെ അടിച്ച് ഈ ചിയാ സീഡ് ഇട്ട് കൊടുക്കും. രാഖി ഇന്ന് ഇത്തിരി വൈകി കേട്ടോ. കുറച്ച് ധൃതിയാ ഇന്ന്. മഴ ചെറുതായിട്ടൊന്ന് തൂളുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് കുറച്ച് മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. രാത്രി മഴയിൽ നമ്മുടെ ചെടിയൊക്കെ ചാഞ്ഞ് കിടക്കുക. തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് തുണി കഴുകിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. 2 പീസ് ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്തു, ബ്രൗൺ ബ്രെഡ്. കൂടെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും കേട്ടോ. ചായ ഞാൻ അവോയ്ഡ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ചായയും ബ്രെഡും ആണല്ലോ സാധാരണ കഴിക്കുന്നത്. മുട്ടയാകുമ്പോൾ കുറച്ച് എന്താ പറയുക ഹെൽത്തിയും ആകും. അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രാമ്പിൾഡ് എഗ്ഗും നമ്മുടെ ബ്രെഡ് ടോസ്റ്റും കഴിച്ചു. അത് മതി. കുറച്ച് എന്തെങ്കിലും നമ്മുടെ വയറൊന്ന് റെഡിയായാൽ മതിയല്ലോ. പിന്നെ ലഞ്ച് കഴിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ജ്യൂസോ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തുണികൾ, കാരണം യൂണിഫോമുണ്ട്. അങ്കുൻ്റെ യൂണിഫോമും രാഖയുടെ യൂണിഫോമും ഒക്കെ ഉള്ളത് കൊണ്ട് നനച്ചിട്ടേ പറ്റത്തുള്ളൂ. പുറത്ത് നല്ല ചീവീടിൻ്റെ കരച്ചിലാണ്. ശരിക്കും മണി 10 മണിയൊക്കെ കഴിഞ്ഞേ രാവിലെ. എങ്കിലും ദേ ഇങ്ങനെ ചീവീടും മക്രിയും ഒക്കെ കരയുന്ന ശബ്ദമാണ് പുറത്ത്. മഴയും ചെറുതായിട്ട് തൂളുന്നുണ്ട്. ആകാശത്ത് ഇപ്പോഴും മൂടി കെട്ടി കിടക്കുകയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ നമ്മുടെ ബാൽക്കണിയിലോട്ട് അങ്ങ് തുണി വിരിച്ചു. പിന്നെ എന്തായാലും വെയിൽ വരുന്നോ നോക്കട്ടെ, ഇല്ലെങ്കിൽ അകത്തെടുത്തിട്ട് ഫാനെങ്ങാനും ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും സംഭവം നമുക്ക് നനച്ചിട്ടല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത് തന്നെ അവസ്ഥയില്ലേ. ഈ ഉണക്കിയെടുക്കാനാണ് തുണി പാട്. അല്ലെങ്കിൽ നമ്മുടെ റൂം ഹീറ്ററൊക്കെ വെച്ച് ഉണക്കി എടുക്കണം. അപ്പോൾ അതേ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് വല്ല ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പപ്പായ കഴിക്കാം. അതിൻ്റെ പകുതി മുറിച്ചിട്ട് ബാക്കി ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു കേട്ടോ. പകുതി മതി.
അങ്കു കഴിക്കത്തില്ല, ഞാനും രാക്കയെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു മഞ്ഞ കളറ് ഉണ്ടെങ്കിലും നല്ല മധുരമുള്ള പപ്പായ ഇത് കേട്ടോ. കുരുവും കുറവായിരുന്നു. ചിലത് ഭയങ്കര കളറായിരിക്കും, ടേസ്റ്റ് മധുരം കാണത്തില്ല. ഇത് നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി രാക്കയ്ക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. നമ്മുടെ മെയ്ഡ് ദേ വന്ന് തൂത്തു തുടയ്ക്കാനൊക്കെ വന്നു. പുള്ളിക്കാരി ഇനി പോയതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി പോയതിന് ശേഷമാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ കയറിയത്. അപ്പോൾ ഞാൻ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു, 2 പാക്കറ്റ് മഷ്റൂം ഞാനൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇങ്ങനെ നന്നായിട്ട് കഴുകി ഇതിൽ ഞാൻ മുറിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ നമ്മുടെ ഇരുമ്പ് കടായിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇരുമ്പ് കടായി എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ മഷ്റൂം. വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങും കേട്ടോ. നമുക്ക് കടായിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചില്ലി മഷ്റൂം റോസ്റ്റാണ്. സിമ്പിളായിട്ടൊരു മെഴുക്കുവരട്ടി പോലെ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും, കാരണം നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഇങ്ങ് ഊറ്റി എടുത്തതേ ഉള്ളൂ. അതിനുശേഷം ക്രഷ്ഡ് ചില്ലി നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു എരിവ് കിട്ടും. പിന്നെ ഇതൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ഞാൻ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർത്താൽ നല്ല എരിവാകുകയെ, കാരണം മഷ്റൂം ഇങ്ങനെ അങ്ങ് ചുരുങ്ങിയും പോകും. അപ്പോൾ ഇത് മതി. ഇത് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാം. വെള്ളം അതിനകത്ത് നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുവിധം വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടാണ് ഈ കടായി, ഇരുമ്പല്ലേ, തൊട്ടാൽ തന്നെ നല്ല പൊള്ളും. അതിനകത്ത് തന്നെ ഇരുന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടും, നല്ല രുചിയാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്നൊരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ആ ഇരുമ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ചില്ലി മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കുറച്ച് സവാള അരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്രിസ്പിനെസ്സായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചച്ചുവയൊന്ന് മാറിയിട്ട് നമുക്കത് സെർവ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാം. നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ സോനാ മസൂരി അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. നമ്മുടെ ചില്ലി മഷ്റൂം റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ആ ഇരുമ്പിൻ്റെ ടേസ്റ്റ് ഇറങ്ങും. പെട്ടെന്ന് വേഗമെങ്കിലും ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മളങ്ങനെ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. മുട്ടയൊക്കെ ആണെങ്കിലേ ഒരുമാതിരി നീല കളറിലായിപ്പോവും. അപ്പോൾ ഞാൻ മാറ്റിയെടുത്തു. ഇത്രയേ ഉള്ളൂ കണ്ടോ. വഴന്ന് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 പേർക്ക് കഷ്ടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. കൂടെ ഞാൻ വെച്ചത് വേറൊന്നുമല്ല, നമ്മുടെ മുരിങ്ങയും പരിപ്പും കൂടി ഇട്ട് തേങ്ങയൊക്കെ അരച്ചൊരു കറിയാട്ടോ. നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ ചെയ്യാം. ഞാനൊരു സൂപ്പ് ഇതിന് മുന്നേ ഇത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അത് പക്ഷേ തേങ്ങയൊന്നും ഇല്ലാതെ ഞാൻ കാണിച്ചു നേരത്തെ ഒരു വ്ലോഗിൽ. അപ്പോൾ നമ്മുടെ CC പ്ലാന്റ് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, നമ്മുടെ കിഴങ്ങ് വഴി പുതിയ സംഭവം വരുന്നുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചത് കംപ്ലീറ്റ് പോയെന്ന്, പക്ഷേ ഇല്ല കേട്ടോ. ഒരു കുഞ്ഞ് നാമ്പ് കിളിച്ച് വരുന്നുണ്ട്. വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഈ CC പ്ലാന്റിന്. പിന്നെ ഈ ചെടിയുടെ താഴെ ഞാൻ കുരിശില് പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വരെ തന്നെ ആയിരിക്കില്ലേ. ഈ ചെടിയൊക്കെ വളർത്തുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചെടിച്ചട്ടിക്കകത്ത് അകത്ത് വയ്ക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? എന്താണ് കേടാവോ? എനിക്ക് അറിയത്തില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ ഉച്ച കഴിഞ്ഞ് നല്ല വെയിൽ വന്നു കേട്ടോ. ദേ കണ്ടോ, മഞ്ഞ വെളിച്ചം. അപ്പോൾ നമ്മുടെ തുണി എന്തായാലും പറക്കി അകത്തിടാത്തത് ഭാഗ്യമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ. ഉള്ള ആ ചൂടങ്ങ് കിട്ടിയല്ലോ. അപ്പുറത്തെ സൈഡിലും ഒരുവിധം കിട്ടും കേട്ടോ, ആ ബാൽക്കണിയിലും. അപ്പോൾ ആ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നമ്മുടെ അകത്ത് വിരിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ, അത് വരാതെ ഒന്ന് രക്ഷപ്പെടാം. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനി തുണി ഞാൻ അകത്ത് എടുത്തിടുന്നുള്ളൂ. അപ്പോൾ ഞാൻ അടയ്ക്കും കേട്ടോ. ബാൽക്കണി ഞാൻ തുറന്നിടാറില്ല, എനിക്ക് ചെറിയൊരു പേടിയാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഓവ് വഴി എന്തെങ്കിലും തവളയോ പാമ്പോ എന്തെങ്കിലും വരുമെന്ന്. എപ്പോഴും ഞാൻ അടച്ചിട്ടിട്ട് എപ്പോഴും ചെക്ക് ചെയ്യുവേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അധികം തുറന്നിടാത്തത്. ചില സമയങ്ങളിൽ ഞാൻ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ തുറന്നിടാറുണ്ട്, ഇല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറില്ല. ഡിയേഴ്സ്, നമ്മുടെ പാലെല്ലാം തിളച്ചു തൂവി. വേറൊന്നുമല്ല, ഞാൻ തലയിൽ ഉടക്കൊക്കെ എടുത്തിട്ട് കുറച്ച് എണ്ണ തേക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എണ്ണ തേച്ചുകൊണ്ടിരുന്നതാ. പാല് വെച്ചിരുന്നു, ഞാൻ ലോ ഫ്ലെയിമിലാക്കാൻ വിട്ടുപോയി. ഞാൻ ലോ ഫ്ലെയിമിലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തേച്ച് നിന്നത്. അപ്പോൾ ശബ്ദം ഇങ്ങനെ ഒരുമാതിരി കിരികിരി കേട്ട് ഓടി വന്നപ്പോഴാണ് മനസ്സിലായത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നായിരുന്നു. തിളച്ചു പോയി പാല് പോയതിലല്ല എനിക്ക് വിഷമം കേട്ടോ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനാണ് നല്ല ബുദ്ധിമുട്ട്. നമ്മുടെ ഫ്ലെയിമൊക്കെ കുറഞ്ഞു പോകും നല്ലതായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളൊരു പുതിയ ലാപ്ടോപ്പ് ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ഓർഡർ. അപ്പോൾ നമ്മുടെ ഡെലിവറി ബോയ് പുറത്ത് തന്നെ നിൽക്കുക. അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കാൻ. കാരണം ഇപ്പോൾ ഒത്തിരി സ്കാം നടക്കുന്നുണ്ടല്ലോ. സോപ്പ് പൊടി, ഇപ്പോൾ നമ്മുടെ ഫോണിന് വരെ സോപ്പ് പെട്ടി അയക്കുക, ഇതിന് വരെ എന്താണെന്നൊക്കെ നോക്കണ്ടേ. മാത്രമല്ല തുറന്നു നോക്കണം, വല്ല കളിപ്പാട്ടാണോ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എടുക്കൂ, വീഡിയോ എടുക്കൂ എന്നൊക്കെ. കറക്റ്റ് അല്ലേ?
നമ്മളത് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഡെലിവറി ബോയ് ആണ് നേരെ നിൽക്കുന്നത് കേട്ടോ. അവർക്കും ബുദ്ധിമുട്ടല്ലേ പിന്നെ നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ തുറന്ന് ഓണൊക്കെ ആക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങളും ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഓണൊക്കെ ആക്കി നോക്കണം. കാരണം ഇത് കളിപ്പാട്ടാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തോരം പറ്റിപ്പാണ് നടക്കുന്നത്. ഓൺലൈൻ വഴി നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ കണ്ടു, പെട്ടെന്ന് കിട്ടുമല്ലോ. ഇപ്പോൾ ഓർഡർ ചെയ്താൽ തന്നെ പെട്ടെന്ന് കിട്ടും ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തേ. എന്തായാലും സംഭവം ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് സത്യസന്ധമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സംഭവം കറക്റ്റാട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ കേരളത്തിലോട്ടുള്ള റോഡ് ട്രിപ്പിൽ നമ്മൾ ഗോവ എത്തിയത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു. ഗോവ എത്തി റൂമിൽ രാത്രി കിടന്ന് ഉറങ്ങുന്നതാണ് കാണിച്ചത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. നല്ല മഴയായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേ ഞങ്ങൾ ബാൽക്കണി തുറക്കുന്നില്ല, കാരണം അകത്ത് വെള്ളം കയറുന്ന രീതിയിൽ വരെ ഇങ്ങനെ വെള്ളമാണ് അവിടെയൊക്കെ. അപ്പോൾ ഇതായിരുന്നു പുറത്ത് മുഴുവൻ തെങ്ങും കാര്യങ്ങളും. ഗോവ എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട് പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടാണിത്. കിഡ്സ് പ്ലേ ഏരിയ എവിടെയാ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി വന്നപ്പോഴേ പറഞ്ഞു ആകെ ഒരു പ്രത്യേക തരത്തിലുള്ള റിസോർട്ടായിരുന്നു ഇതെന്ന്. കാരണം ഒരു സൈഡിൽ മോഡേൺ സ്റ്റൈലാണ്, ഒരു സൈഡിൽ ട്രഡീഷണൽ സ്റ്റൈലാണ്, പിന്നെ അല്ലാതെ എന്തൊക്കെയോ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. കുറേ സ്പേസ് ഉണ്ട്, എന്തൊക്കെയോ ഏരിയകളിലും നമുക്ക് ആ കൺഫ്യൂഷൻ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ എന്തായാലും തപ്പി പിടിച്ചെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ കരിപ്പെട്ടി കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം കേട്ടോ അത്. പിന്നെ സോസേജ് കാര്യങ്ങൾ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഉണക്കക്കൊഞ്ച് കറി ഞാൻ വീട്ടിൽ വെക്കാറില്ലേ, ഞാൻ കാണിച്ചിട്ടില്ലേ, തേങ്ങയും തക്കാളി ഇഞ്ചിയൊക്കെ ഇട്ട് അതേ രീതിയിൽ ഉണക്കക്കൊഞ്ച് കറി. പിന്നെ അവരുടെ ഒരു ഗോവൻ ബ്രെഡ്, കോണ്ടിനെൻ്റൽ സ്റ്റൈൽ തന്നെ ഒരുപാടുണ്ട്. കാരണം ഈ ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ടായിരിക്കും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു ഇവിടെ. മാത്രമല്ല ഇരിക്കുന്ന സ്പേസ് തന്നെ നമുക്ക് വലിയ 4 സെക്ഷനായിട്ടായിരുന്നു. എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. കാരണം അതിനു വേണ്ടി റൂംസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതായിരിക്കും ഇത്രയും സ്പേസും കാര്യങ്ങളും. ഫുഡ് തന്നെ പല ഐറ്റംസ് പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ആളുകളോട് വേണമെങ്കിൽ പറഞ്ഞാൽ കൊണ്ടും തരും. ഞങ്ങൾ എന്തൊക്കെയോ ഞാനും മങ്കുവും ആവശ്യമുള്ളതൊക്കെ എടുത്തു വെച്ചു. കാരണം ഒരു മുഴുവൻ ഏരിയയും ഫുഡ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു സെക്ഷനായിട്ട് വരും ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ പാടാണ് നമുക്ക് തിരിച്ചെത്തിപ്പെടാൻ. അതേ മരമൊക്കെ അവരങ്ങനെ നിന്നിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിലോട്ട് കാണുന്ന വലിയ മരവും തെങ്ങും കാര്യങ്ങളും ഒക്കെ അകത്തോട്ട് തന്നെ കാണാം. പിന്നെ ലൈറ്റിങ് തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉണ്ട്, പുറത്തെ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് അധികം പുറത്തെ ലൈറ്റ് വരുത്തുണ്ടായിരുന്നില്ല, മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുള്ളതുണ്ട്, തടി കൊണ്ടുള്ളതുണ്ട്. അതായത് മോഡേൺ രീതിയിൽ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോയി. എല്ലാം എന്താ ഒരുമാതിരി കണ്ടോ, കണ്ണാടികളൊക്കെ വെച്ചേക്കുന്ന കണ്ടോ, ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മരങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് അങ്ങനെ നിർത്തിയിട്ടുള്ളത്, പിന്നെ വുഡൻ ആയിട്ടുള്ളത്, പിന്നെ ഗ്ലാസ് ആയിട്ടുള്ളത്, പിന്നെ കുറേ രീതിയിൽ അവർ. പിന്നെ ബാംബൂവിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ തന്നെ കുറേ ഉണ്ടായിരുന്നു കണ്ടോ. നമ്മുടെ പേരാലും മരവാ. ലൈറ്റിങ് തന്നെ ട്രഡീഷണലും ഉണ്ടായിരുന്നു, നമ്മുടെ വെസ്റ്റേൺ രീതിയിലുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഞങ്ങൾ കറങ്ങി നടന്ന് കണ്ടു. ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ തിരക്ക് നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല, ബഹളമൊന്നും കേട്ടോ. ഇത്രയും ആളുകൾ വന്നു പോകുന്നതൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും സംഭവമൊക്കെ കഴിഞ്ഞതേ വെട്ടിയൊക്കെ എടുത്ത് പതിവ് പോലെ ഇറങ്ങി. ഇനി നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ. നമ്മൾ ഇങ്ങോട്ട് രാത്രിയിലാണ് വന്നത്. അപ്പോൾ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പകൽ പോകുമ്പോഴല്ലേ നമുക്ക് ഗോവ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ പോർച്ചുഗീസിൻ്റെയും ഡച്ചിൻ്റെയും ഓരോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ഗോവ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മണം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കേരളത്തിൻ്റെ മണം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫുഡും ഓൾമോസ്റ്റ് കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഫുഡിൻ്റെ തേങ്ങയും കാര്യങ്ങളും ഒക്കെ കൂടുതലുണ്ട്. പിന്നെ ഒരു ഫൗണ്ടൻ പോലെ ഉണ്ടോ, എന്ത് നാച്ചുറലായിട്ട് അവരുണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഇറങ്ങുക. നമ്മുടെ നാട്ടിൽ അതേ വീടുകളും മതിലും സെറ്റപ്പും വൃത്തിയും ഒക്കെ നമ്മുടെ പോലെ തന്നെ കേട്ടോ. പക്ഷെ ആളുകൾ വ്യത്യാസമുണ്ട്. ഇതേ റോഡൊക്കെ നോക്കിയേ, നമ്മുടെ കൊച്ചിയിലെന്നല്ല നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. പിന്നെ വീടുകൾ കൂടുതലും അവർ ഈ ഹോം സ്റ്റേ പോലെയാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ലല്ലോ, ഹോം സ്റ്റേ ആയിട്ട് വളരെ കുറവല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ എനിക്കറിയില്ല, ഇനി ഇവിടെ ഫോറിനേഴ്സ് കൂടുതൽ വരുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കാം മിക്ക വീടുകളുടെയും കൂടെ ഹോം സ്റ്റേ പോലെ ഞാൻ കണ്ടു.
അതുപോലെ തന്നെ ആളുകൾ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലൊരു ആംഗ്ലോ ഇന്ത്യൻ ഒരു സ്റ്റൈലാണ് ഇവിടുത്തെ ആളുകൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ പോലെ അല്ല ആളുകൾ ഇരിക്കുന്നതും കാണാനും സംസാരമൊക്കെ. പക്ഷേ കൾച്ചർ കൾച്ചർ എന്ന് പറയുന്നതിനെക്കാട്ടിയും നല്ലത് നാച്ചുറലി നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു കാണാനുള്ള ലുക്കും കടയൊക്കെ അതുപോലെയാണ് ഇരിക്കണം പറയേണ്ടത്. കാരണം അവിടുത്തെ ചേർച്ച്, അവിടുത്തെ അമ്പലം, അവിടുത്തെ ആരാധനാമൂർത്തികളൊക്കെ ചില അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂസിൻ്റെ കുറേ ചെടികൾ. ശരിക്കും എൻ്റെ നാട്ടിൽ ഞാൻ പണ്ട് ഇതുപോലെ കുറേ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കാഷ്യൂസിൻ്റെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ റിവറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എടുത്തിങ്ങനെ വെച്ചേക്കുക. ഇഷ്ടംപോലെ തെങ്ങുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയത്. ആളുകൾ മാത്രം വ്യത്യാസമുണ്ട്. പിന്നെ കോസ്റ്റൽ റീജിയൻ ആണ്, ബീച്ചസും കാര്യങ്ങളൊക്കെ കൂടുതൽ. അപ്പം നമ്മൾ ബീച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കടലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അത്ര എക്സൈറ്റഡ് അല്ല ബീച്ച് കാണാനൊന്നും ഇവിടെ. പിന്നെ ആളുകൾ വരുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആളുകൾക്ക് ഫ്രീഡം ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിനെ കാട്ടി. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഗോവയിലോട്ട് ഓടി വരുന്നത്. പിന്നെ ലിക്വർ കാര്യങ്ങൾക്കൊക്കെ എനിക്കൊന്ന് ഒത്തിരി വില കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗോവയിൽ കൂടുതലും. കണ്ടൽ പോലത്തെ കാടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ വീടുകൾ കണ്ടോ, നമ്മുടെ നാട്ടിലെ വില്ലാസ് പോലില്ലേ, അതേ സ്റ്റൈലിൽ. എന്തുകൊണ്ടും നമ്മുടെ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ഫ്രീഡം വൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും എല്ലാവരും ഗോവയിലോട്ട് വരുന്നത്. ശരിക്കും കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലല്ലേ ഇപ്പോൾ കിട്ടുന്നത്. വീടുകളും ടാർപ്പ പോലത്തെ സംഭവങ്ങളും നമ്മുടെ നാട്ടിലെ മതിലും ഇതുപോലൊന്നും വേറെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇത് തന്നെയാണ് ഗോവയിൽ ഞാൻ കണ്ടതല്ല. സ്പെഷ്യലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. ഇനി കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഗോവയുടെ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വ്ലോഗിലിടാം. ഇത് കുറച്ച് ലെങ്തി ആയില്ലേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ വരാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.